വെൽക്കം ബാക്ക് ടു കോഫി വിത്ത് സുജയ. നമ്മൾ ഇവിടെ കലോത്സവ നഗരിയിൽ നിൽക്കുമ്പോൾ കൊച്ചിയിൽ തകർത്ത് പ്രതിഷേധം നടക്കുകയാണ്. GCDA ഓഫീസിലേക്കാണ് യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധം നടക്കുന്നത്. GCDA ചെയർമാൻ ചന്ദ്രൻ പിള്ളയ്ക്കെതിരെയാണ് യൂത്ത് കോൺഗ്രസ് പ്രതിഷേധവുമായി എത്തി ഓഫീസ് ഉപരോധിച്ചിരിക്കുന്നത്. തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. പോലീസും സ്ഥലത്തെത്തിയിട്ടുണ്ട്. ലേബി സജീന്ദ്രൻ നമുക്കൊപ്പം. ലേബി സജീന്ദ്രൻ, വലിയ പ്രതിഷേധമാണോ അവിടെ നടക്കുന്നത്? സുജയ, GCDA ചെയർമാൻ രാജിവെക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ ഒരു സംഘം യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഇപ്പോൾ ഇങ്ങോട്ട് തള്ളിക്കയറിയത്. GCDA യോഗം, GCDA എക്സിക്യൂട്ടീവ് യോഗമാണ് ഇവിടെ നടക്കുന്നത്. രാവിലെ 10:30 ആരംഭിച്ച യോഗത്തിലേക്ക് അപ്രതീക്ഷിതമായി യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കടന്നു വരികയായിരുന്നു. നമ്മളടക്കമുള്ള മാധ്യമ പ്രവർത്തകരെല്ലാം ഈ GCDA യോഗം റിപ്പോർട്ട് ചെയ്യാൻ ഇവിടെ ഉണ്ടായിരുന്നു. അതായത് GCDA യോഗത്തിന് ഇന്ന് പ്രാധാന്യവുമുണ്ട്. കാരണം അപകടം നടന്നതിന് ശേഷം ആദ്യമായി നടക്കുന്ന എക്സിക്യൂട്ടീവ് യോഗം മാത്രമല്ല, GCDAക്ക് നേരെ നേരിട്ട് ആരോപണം ഉയർന്നിരിക്കുന്ന സാഹചര്യം, GCDA ചെയർമാനെതിരെ വിജിലൻസിൽ പരാതി നൽകിയിരിക്കുന്ന സാഹചര്യം. ഈ ഒരു സാഹചര്യത്തിലാണ് ഇന്ന് ഇവിടെ എക്സിക്യൂട്ടീവ് യോഗം നടന്നത്. ആ സാഹചര്യത്തിൽ ഇവിടെ മാധ്യമപ്രവർത്തകരെല്ലാവരും ഈ യോഗം നടക്കുന്ന ഹാളിന് പുറത്തുണ്ടായിരുന്നു. അതിനിടയിലാണ് ഒരു സംഘം യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പെട്ടെന്ന് ഇങ്ങോട്ട് തള്ളിക്കയറി യോഗം അലങ്കോലപ്പെടുത്തുകയും GCDA ചെയർമാൻ K ചന്ദ്രൻപിള്ളയ്ക്ക് മുന്നിൽ ഉപരോധം തീർക്കുകയും ചെയ്തു. അതിനുശേഷം പോലീസ് ഇവിടെ എത്തി യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ ഇപ്പോൾ ചന്ദ്രൻപിള്ള രാജിവെക്കണം എന്നുള്ള ആവശ്യമാണല്ലോ പ്രവർത്തകർ പ്രധാനമായും ഉന്നയിക്കുന്നത്. GCDAക്കെതിരെ ഉയർന്ന ആരോപണങ്ങളിൽ കൃത്യമായി നിഷ്കർഷിച്ചിരിക്കുന്ന കാര്യങ്ങൾക്കല്ലാതെ സ്ഥലം വിനിയോഗിച്ചിരിക്കുന്നു എന്നുള്ളത് നിലനിൽക്കുന്ന ഒരു പരാതി തന്നെയല്ലേ? അതിൽ ചന്ദ്രൻപിള്ളയ്ക്ക് എന്താണ് പറയാനുള്ളത്? GCDA ചെയർമാൻ ഇതിൽ സംബന്ധിച്ച് പ്രതികരണം നടത്തിയിരിക്കുന്നത്, GCDA എസ്റ്റേറ്റ് കമ്മിറ്റി ഇത് സംബന്ധിച്ച് റിപ്പോർട്ട് നൽകിയിരുന്നു. GCDA സ്റ്റേഡിയം കായികേതര പരിപാടികൾക്ക് നൽകരുതെന്ന്. അത് മറികടന്നുകൊണ്ട് ചെയർമാൻ ഉന്നത സ്വാധീനം ഉപയോഗിച്ച് സ്വന്തം താല്പര്യപ്രകാരം ഇതിൽ അനുമതി നൽകി എന്നുള്ളതാണ് യൂത്ത് കോൺഗ്രസ് ഇപ്പോൾ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്ന ആരോപണം. അത് സംബന്ധിച്ചാണ് വിജിലൻസിൽ ഇപ്പോൾ രാവിലെ കോൺഗ്രസ് പ്രവർത്തകർ പരാതിയും നൽകിയിരിക്കുന്നത്. ഈ സാഹചര്യത്തിൽ GCDA ചെയർമാൻ്റെ പ്രതികരണം ഇതാണ്: വിജിലൻസ് അന്വേഷണം നടക്കട്ടെ. ഇത് സംബന്ധിച്ച് പ്രത്യേകിച്ച് പ്രതികരണത്തിന് താൻ ഈ ഘട്ടത്തിലില്ല. വിജിലൻസ് അന്വേഷണം നടക്കട്ടെ. പോലീസ് റിപ്പോർട്ട് ലഭിച്ചതിന് ശേഷം മാത്രമേ ഇത് സംബന്ധിച്ചുള്ള ഒരു പ്രതികരണം അക്കാര്യത്തിൽ തൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുകയുള്ളൂ. മാത്രമല്ല, കായികേതര ഇനങ്ങൾക്ക് എന്തുകൊണ്ട് സ്റ്റേഡിയം വിട്ടു നൽകി എന്നുള്ള ചോദ്യത്തിന് അദ്ദേഹത്തിൻ്റെ മറുപടി, ഇത്തരത്തിൽ സ്റ്റേഡിയം വിട്ടു നൽകാമെന്നുള്ളൊരു ധാരണ GCDAക്കുള്ളിൽ എടുത്തിരുന്നു എന്നുള്ളതാണ്. ഏതായാലും ഇത്തരത്തിലുള്ള എസ്റ്റേറ്റ് കമ്മിറ്റിയുടെ നിർദ്ദേശം മറികടന്നുകൊണ്ടാണ് GCDA ചെയർമാൻ ഇത്തരത്തിൽ GCDA സ്റ്റേഡിയം കായികേതര പരിപാടിക്ക്, പ്രത്യേകിച്ചും മൃദംഗ വിഷന്റെ പരിപാടിക്ക് വിട്ടു നൽകിയത് എന്നുള്ള ആരോപണമാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഇപ്പോൾ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത്. മാത്രമല്ല, GCDA ചെയർമാൻ ഇപ്പോൾ മാധ്യമങ്ങളോട് പ്രതികരിച്ചതിൽ ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഈ മൃദംഗ വിഷനെതിരെയാണ് ഇപ്പോൾ ആരോപണം ഉയർന്നുകൊണ്ടിരിക്കുന്നത്. ഇവരുടെ സാമ്പത്തിക ഇടപാടിനെ കുറിച്ച് പോലും ആരോപണം ഉയർന്നിരിക്കുന്ന സാഹചര്യത്തിൽ ഇവർ അങ്ങനെ കുഴപ്പം പിടിച്ച ആൾക്കാരൊന്നുമല്ല, ഇവരെക്കുറിച്ച് മറ്റ് സാമ്പത്തിക തട്ടിപ്പ് നടത്തുന്ന ആൾക്കാരാണ് എന്നുള്ളൊരു ധാരണ തനിക്കില്ല എന്നുള്ള വിവാദ പരാമർശം കൂടി ഇപ്പോൾ GCDA ചെയർമാൻ നടത്തുകയുണ്ടായി. ഇപ്പോൾ പ്രവർത്തകരെ ഇവിടെ നിന്ന് അറസ്റ്റ് ചെയ്ത് പോലീസ് നീക്കിക്കൊണ്ടിരിക്കുകയാണ്. സുജയ, GCDA ചെയർമാനെ ഉപരോധിക്കുകയാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ. വലിയ പ്രതിഷേധമാണ്. അവരെ അറസ്റ്റ് ചെയ്ത് നീക്കുകയാണ് പോലീസ്. GCDA ഓഫീസിൽ വലിയ പ്രതിഷേധമായിരുന്നു. ഉമാ തോമസിന്റെ ജീവൻ തന്നെ അപകടത്തിലാക്കുന്ന വിധത്തിലുള്ള വലിയ അപകടം, അത് GCDAയുടെ അനാസ്ഥയാണ് അതിന് പിന്നിൽ എന്നുള്ള പ്രധാനപ്പെട്ട ആരോപണം പ്രതിപക്ഷം അന്നേ ഉന്നയിച്ചതാണ്. GCDA ആ ഘട്ടത്തിൽ അതിനോട് പ്രതികരിച്ചത് കൃത്യമായി കരാറുണ്ടായിരുന്നു. ആ കരാറിലെ കാര്യങ്ങൾ അവർ കൃത്യമായി പാലിക്കും എന്നാണ് GCDA കരുതിയത്. പക്ഷേ ഇതൊരു പാഠമാണ് എന്ന നിലയ്ക്കാണ് പ്രതികരിച്ചത്. പക്ഷേ പിന്നീട് ഒരു ഫ്ലവർ ഷോയിൽ വീണ്ടും ഒരു അപകടമുണ്ടാകുന്ന സാഹചര്യം കൂടി കണ്ടു. ലേബി, തുടർച്ചയായി 2 അപകടങ്ങൾ സംഭവിച്ചു. ആ ഫ്ലവർ ഷോയും നിർത്തിവെക്കേണ്ട ഒരു സാഹചര്യം വന്നിരിക്കുന്നു. അപ്പോൾ GCDA അവിടെ പരിപാടി നടത്തിപ്പിൽ കൃത്യമായ പരിശോധന നടത്തുന്നില്ല. പണം വാങ്ങിയുള്ള കരാറുകൾ അവർ കൃത്യമായി അത് പാലിക്കുന്നുണ്ടോ, എല്ലാ അനുമതികളും കൃത്യമായി നേടുന്നുണ്ടോ എന്നുള്ള കാര്യത്തിലൊക്കെ പരിശോധന നടക്കുന്നില്ല എന്ന ഗുരുതരമായ ആരോപണം ഉയർന്നിരിക്കുന്നു. ഇപ്പോൾ ഉമാ തോമസിന്റെ അപകടത്തിന് ശേഷവും അക്കാര്യത്തിലൊരു ജാഗ്രത പാലിച്ചില്ല എന്നതിൻ്റെ തെളിവാണ് ഫ്ലവർ ഷോയിലുണ്ടായ അപകടം. ഇതിനോടൊക്കെ എങ്ങനെയാണ് GCDA പ്രതികരിക്കുന്നത്? ഇപ്പോൾ അവിടെ